ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു സ്നാക്ക് റെസിപ്പിയാണ്. അധികം ആരും ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു സ്നാക്കാവും ഇത്. കണ്ടാൽ പഴം ബോണ്ട പോലെയൊക്കെ ഇരിക്കുമെങ്കിലും ഇത് പഴം വെച്ചിട്ടൊന്നുമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്താണെന്ന് കാണണ്ടേ അല്ലേ? മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മധുരക്കിഴങ്ങ് ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കണം. എന്നിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം തൊലി ഒന്ന് മാറ്റണം. ഇപ്പോൾ തൊലിയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാഷ് ചെയ്തെടുക്കണം. കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം. മധുരക്കിഴങ്ങ് നല്ല ഹെൽത്തിയാണ്, പക്ഷെ ആർക്കും ഇതൊന്നും കഴിക്കാനായിട്ട് അധികം ഇഷ്ടമുണ്ടാവില്ല. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിന് അരക്കപ്പോളം മൈദയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന മധുരക്കിഴങ്ങിനനുസരിച്ച് മൈദ ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് നോക്കുന്നവരാണെങ്കിൽ, അതായത് മൈദയൊക്കെ ഒഴിവാക്കാനായിട്ട് നോക്കുന്നവരാണെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി മൈദയും മധുരക്കിഴങ്ങും നന്നായി മിക്സ് ചെയ്തെടുക്കണം. മധുരക്കിഴങ്ങ് ഒരു സ്റ്റിക്നെസ് ആവുമല്ലോ, അപ്പോൾ അത് പോണ അത്രയും മൈദ ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മധുരത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കിഴങ്ങിൽ ഓൾറെഡി കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ പഞ്ചസാര ഓവറാക്കി ചേർത്ത് കൊടുക്കേണ്ട. ചെറിയൊരു ലൈറ്റ് മധുരമാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കാം. ഇത് കുറച്ച് ഡ്രൈ ആയി തോന്നിയതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കണം. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഇപ്പം മാവ് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേപോലെ ബാക്കിയുള്ളത് ഉണ്ടാക്കാം. അപ്പോൾ ആ മാവിൽ നിന്ന് ഇത്രയും ബോൾസാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാവാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് 2 സൈഡ് ഒരേപോലെ വേവിച്ചെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. ഇതിപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ സ്വീറ്റ് പൊട്ടാറ്റോ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിയാണ്, പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളല്ലോ. മധുരക്കിഴങ്ങ് ഒട്ടും ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഇത് കഴിച്ച് പോവും. വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.